നമസ്കാരം. ഞാൻ ഈ അടുത്ത സമയത്തെ ഞാൻ തിരുവനന്തപുരം നിവാസിയാണ്. എപ്പോഴും തിരുവനന്തപുരത്തെക്കുറിച്ച് പറയുന്നത്. രാത്രി ഒരു 8:30-9 മണി സമയത്താണ് ഞാൻ കരമനയിൽ നിന്ന് കിള്ളിപ്പാലത്തോട്ട് ബൈക്കിൽ വരികയായിരുന്നു. ഈ ബൈക്ക് വരുന്ന സമയം എന്നെ ഓവർടേക്ക് ചെയ്ത് വേറെ ബൈക്ക് പോയി. അപ്പോൾ എന്നെ ഞെട്ടിച്ചൊരു സംഭവം, അവിടെ മുഴുക്കെ ക്യാമറകളുണ്ട്. എന്നെ ഞെട്ടിച്ച സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു 13-14 വയസ്സ്, ഒരു കൊച്ചുകുട്ടി, 13-14 വയസ്സുള്ളൊരു ആൺകുട്ടി സ്കൂട്ടർ ഓടിക്കുന്നു. അതിൻ്റെ പുറകിൽ ഒരു 10-20 വയസ്സായ ഒരു പയ്യൻ ഇരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പയ്യൻ്റെ ഹാൻഡിൽ പിടിക്കുന്നുണ്ട്. അല്ലാത്ത സമയം തിരക്ക് വരുമ്പോൾ മാത്രമേ ഈ പുറകിരിക്കുന്ന പയ്യൻ്റെ ഹാൻഡിൽ പിടിക്കുന്നുണ്ട്. ബാക്കി സമയമൊക്കെ ഈ കൊച്ചുകുട്ടിയാണ്, ഒരു 13 വയസ്സൊക്കെ വരുള്ളൂ, 12-13 വയസ്സ് വരും, ഓടിക്കുന്നു. എന്താണ് ഇതൊക്കെ? ട്രാഫിക് നിയമം തെറ്റല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇപ്പം ആ കുട്ടിയെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യാമല്ലോ. ഈ 95% ട്രാഫിക് നിയമങ്ങൾ നമ്മൾ പാലിക്കാമെങ്കിൽ അപകടം ഒഴിവാക്കാമെന്നാണ് എൻ്റെ ഒരു ധാരണ. അല്ലാതെ ശരിയാണ്. പിന്നെ ഈ 5% വല്ല വണ്ടി സ്കിഡ് ചെയ്യോ, അപൂർവമായിട്ട് എന്തെങ്കിലും അങ്ങനെ ആ രീതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഉറപ്പാണ് 95% നമ്മൾ ട്രാഫിക് നിയമം അനുസരിച്ച് പോകാമെങ്കിൽ, നമുക്ക് ഡ്രൈവിംഗ് നോക്കാമെങ്കിൽ 95% ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ പറ്റും. ഞാൻ ഈ കണ്ട കാഴ്ച എന്ത് നിയമവിരുദ്ധമാണ്. ഒരു അവിചാരിതമായിട്ട് വേറൊരു വണ്ടി ഒന്ന് കയറി ഈ കുട്ടിക്ക് പിടിച്ചാൽ നിൽക്കുമോ? അതിനുള്ള പ്രായമുണ്ടോ എന്ന് വെച്ചാൽ, നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് ഓടിക്കുന്നവർക്ക് അറിയാമല്ലോ. ഇതൊക്കെ ഒരു എന്ത് പറയാൻ, ഞാൻ അവിടെ പറയുന്നതൊരു ഭാഗ്യമാണ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളൊരു സേഫായിട്ട് എത്തിച്ചേരുന്നതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇതൊക്കെ ഞാനൊരിക്കലും ഒരു തെറ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ പേരൂർക്കട വഴി, കുറേ വർഷങ്ങൾ, ഒരു 8-10 വർഷത്തിന് മുമ്പാണ് കേട്ടോ. നമ്മൾ തിരുവനന്തപുരം തിരക്കേറിയ ഒരു റോഡാണ് പേരൂർക്കട ജംഗ്ഷൻ. ഈ പേരൂർക്കട ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയ ബ്ലോക്ക്. അപ്പം എനിക്ക് ഇത്തിരി അത്യാവശ്യം ഉണ്ടായിരുന്നു. അത് എളുപ്പം പോകാൻ വേണ്ടി ഞാൻ എൻ്റെ ബൈക്ക് ഫുട്പാത്തിൽ കൂടെ കയറ്റി ഇറക്കി കുറേ പോയിട്ട് ഇങ്ങനെ എളുപ്പം കവർ ചെയ്ത് ഞാൻ ഈ മറ്റേ കുടുങ്ങി കിടക്കുന്നത് അവോയ്ഡ് ചെയ്തുകൊണ്ട് പോയി. ഇന്ന് ഞാൻ അതേക്കുറിച്ച് ആലോചിക്കും, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. അത് ചിന്തിക്കാൻ കാരണം, ഈ അടുത്ത കാലത്ത് കോഴിക്കോട് ഒരു സംഭവം നടന്നല്ലോ. ഇതുപോലെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഇതുപോലെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായ സമയത്ത് ഒരാളിന് സ്കൂട്ടർ എളുപ്പം പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഫുട്പാത്തിൽ കൂടെ കയറി വണ്ടി ഓടിച്ചു. ഓപ്പോസിറ്റ് വന്നത് ഒരു അമ്മ, 73 വയസ്സായിട്ടുള്ളൊരമ്മ, പ്രഭാതി അമ്മ എന്നാണ് പേര്, കോഴിക്കോടാണ് സംഭവം. അവർ വന്നപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അവർ ഇതിനെ തടഞ്ഞു, സ്കൂട്ടർ തടഞ്ഞു, പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതിൻ്റെ യൂട്യൂബിലൊക്കെ തപ്പി നോക്കിയാൽ കാണാൻ, വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവർ പോകാൻ പറ്റിയതുമ്പോൾ അയാൾ പോകാതെ അവിടെ തന്നെ പോകാൻ വേണ്ടിയിട്ട് ഇവർ ക്രോസ് ചെയ്ത് നിന്ന് പോകാൻ പറ്റത്തില്ലെന്ന്. എന്ത് ധൈര്യത്തോടെയാണ് അമ്മ കാണിച്ചത്? അവർ ഈ സ്കൂട്ടറുകാരൻ നിയമവിരുദ്ധമായിട്ട് വന്നുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. അമ്മയുടെ തീരുമാനം എന്ത് ശരിയായിരുന്നു. അദ്ദേഹം പോവാതെ അവിടെ തന്നെ മുന്നോട്ട് പോകുക എന്ന് കൂട്ടായിക്കൊണ്ട് സ്കൂട്ടർ അങ്ങനെ തന്നെ നിന്നപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു? അമ്മയുടെ മൊബൈൽ എടുത്തിട്ട് ഇതിന് ക്യാമറ ഓൺ ചെയ്ത്, ഈ ക്യാമറ ഓൺ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് ആ വീഡിയോ നോക്കിയാൽ കാണാം. ഇദ്ദേഹം പുറകിലോട്ട് വണ്ടി എടുത്തു തിരിച്ച് റോഡിൽ കൂടെ ഇറങ്ങി. ഇതിനിടയ്ക്ക് മറ്റേ ട്രാഫിക് ബ്ലോക്കൊക്കെ മാറി വണ്ടികൾ പോകുന്നു, നമുക്കത് കാണാൻ പറ്റും. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. മനുഷ്യന് ക്ഷമയില്ലായ്മ. ഒരു നടപ്പാതയിൽ കൂടെ ഈ വണ്ടി ഓടിച്ചത് തെറ്റല്ലേ? അത് പറയാൻ എനിക്ക് യോഗ്യത ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല. ഒരു 8-10 വർഷത്തിന് മുമ്പ് ഞാനും അങ്ങനെ ചെയ്തു. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഞാൻ ആദ്യം അത് പറഞ്ഞത്. അത് തെറ്റ് തന്നെയാണ്. ഇന്ന് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്, എന്ത് തെറ്റാണ് ഞാൻ അന്ന് ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ ഈ കോഴിക്കോട് നിന്ന് ഇദ്ദേഹം ചെയ്തത് വലിയ തെറ്റല്ലേ? ആ അമ്മ ധൈര്യപൂർവ്വം അത് കാണിച്ചത് എന്ത് നല്ലൊരു സത്പ്രവൃത്തി. അദ്ദേഹം തിരിച്ച് വണ്ടിയെടുത്തു, ബാക്ക് എടുത്തു, റോഡിൽ കൂടി അങ്ങ് പോയി. ആ അമ്മയുടെ തീരുമാനം എന്ത് ശരിയായിരുന്നു. പിന്നീട് സമൂഹം അവരെ നല്ല
അതിലേക്ക് എന്തൊക്കെ ചെയ്തെന്ന് തോന്നുന്നു. ഒത്തിരി പ്രശംസ അമ്മയ്ക്ക് കിട്ടി. ഇതിപ്പോൾ പറയാൻ കാരണം, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള അനീതി കണ്ടാൽ അതിനെതിരെ ശബ്ദിക്കണം. എനിക്ക് ശബ്ദിക്കാന്ന് വെച്ചാൽ ഞാൻ ഒരു പേടിത്തൊണ്ടാണ്, എന്നെ കൊണ്ടൊക്കെ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഈ അമ്മയുടെ ഈ പ്രവൃത്തി കണ്ടപ്പോഴൊക്കെ എനിക്ക് തോന്നി, ഇങ്ങനെയൊക്കെ കാണിക്കും നമ്മൾ സധൈര്യം ചെറുക്കണം. ഈ എതിർക്കുന്നത് തന്നെ പോസിറ്റീവായിട്ട് ആണ് ചെയ്യാൻ കേട്ടോ. അല്ല നമ്മൾ വയലൻസിലോട്ടൊന്നും പോകരുത്. പോസിറ്റീവായിട്ട് എതിർക്കുക. അദ്ദേഹത്തിന് അവസാനം വണ്ടി ബാഗ് എടുത്ത് പോകേണ്ടി വന്നേ, അതുപോലെ ചെയ്യാം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ട്രാഫിക് നിയമം പാലിക്കാമെങ്കിൽ, ട്രാഫിക് നിയമം പാലിച്ച് വണ്ടി ഓടിക്കാമെങ്കിൽ 95% ആക്സിഡൻറ്റ് ഒഴിവാക്കാം. ഇദ്ദേഹം ഈ ഫുട്പാത്തിലൂടെ കയറി വന്ന് പെട്ടെന്ന് വെപ്രാളത്തിൽ പോകുമ്പോൾ വേറെ ആൾ നടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുട്ടയെല്ലാം ചെയ്താൽ പിന്നെ അതൊരു വേറെ പ്രശ്നങ്ങളല്ലേ. അപ്പോൾ അമ്മ ചെയ്ത ആ സത്പ്രവൃത്തി നമ്മൾ എല്ലാവരും ചെയ്യണം. എന്ന് വെച്ചാൽ അതിനുവേണ്ടി നടക്കുകയല്ല, ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കണം, എതിർക്കണം. ഒരിക്കൽ കൂടി പറയുന്നു, വയലൻസിലോട്ടല്ല പോകേണ്ടത്, നമ്മൾ എതിർക്കണം. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ പോകും. മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഈ ട്രാഫിക് നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഞാൻ എൻ്റെ ശരി പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഒരിക്കൽ കൂടി പറഞ്ഞത്, ആ അമ്മയ്ക്കൊരു ബിഗ് സല്യൂട്ട്. എല്ലാവരും കൊടുക്കുന്ന ആ അമ്മയ്ക്കൊരു ബിഗ് സല്യൂട്ട്. അമ്മയ്ക്ക് നല്ല ആയുരാരോഗ്യ സൗഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.